കോഴിക്കോട് കാരശ്ശേരിയിൽ വീട്ടുവളപ്പിലെ കിണറ്റിനോട് ചേർന്ന് പാമ്പിനെ കണ്ടെത്തി. വെള്ളം കോരുന്ന കപ്പിയോട് ചേർന്നാണ് ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ കണ്ടത്. വനം വകുപ്പിന് കീഴിലുള്ള സ്നേക്ക് റെസ്ക്യൂ അംഗമെത്തി പാമ്പിനെ പിടികൂടി. ആകാശ് തടത്തിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ആകാശ്, വെള്ളം കോരുന്ന കപ്പി എന്ന് പറയുമ്പോൾ കയറായിരിക്കും. കയറിലൊക്കെ പാമ്പിരുന്നാൽ അറിയുക പോലുമില്ല. എവിടെയൊക്കെയാണ് ഈ പാമ്പ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അവിടെ എന്താണ് സംഭവിച്ചത്? സ്വാതി, ഇന്ന് രാവിലെ ഏകദേശം 10 മണിയോട് കൂടിയാണ് കാരശ്ശേരി പഞ്ചായത്തിലെ മുരിങ്ങാപുരയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിലെ കിണറ്റിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തുന്നത്. ഈ വീട്ടമ്മ വെള്ളം കോരുന്നതിനിടയിലാണ് കയറിൻ്റെ കൂടെ ഈ പാമ്പും കൂടി ഈ മുകൾ വശത്തേക്ക് കയറി വരികയാണ്. അപ്പോഴാണ് ഈ സ്ത്രീയുടെ കൈക്ക് എന്തോ സ്പർശിക്കുന്നതായിട്ട് തോന്നിയത്. അപ്പോഴാണ് മനസ്സിലാക്കിയത് കൂടിയ വിഷമുള്ള ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പാണെന്നുള്ള കാര്യം. പിന്നീട് തന്നെ തൊട്ടടുത്തുള്ള സ്നേക്ക് റെസ്ക്യൂ അംഗങ്ങളെ അറിയിക്കുകയായിരുന്നു. സ്നേക്ക് റെസ്ക്യൂ അംഗങ്ങളെത്തി ഈ പാമ്പിനെ പിടികൂടുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട വിഷം കൂടിയ പാമ്പ് തന്നെയാണ് ഇത്. കിണറ്റിൽ നിന്നും ഈ കപ്പിയോടും കയറിനോടും ഒപ്പം മുകളിലേക്ക് വരികയായിരുന്നു. അപ്പോഴാണ് ഈ സ്ത്രീ ശ്രദ്ധിച്ചത്, കയ്യിൽ എന്തോ സ്പർശിച്ചതുപോലെ തോന്നിയപ്പോഴാണ് ഇത് പാമ്പാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. ഏതായാലും ഈ സ്നേക്ക് റെസ്ക്യൂ അംഗങ്ങളെത്തി പാമ്പിനെ പിടികൂടിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഈ കാരശ്ശേരി പഞ്ചായത്തിലെ ഒരു അംഗനവാടിക്ക് സമീപമുള്ള വീട്ടിൽ നിന്നും പാമ്പിനെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനാൽ തന്നെ ഈ വീടോട് ചേർന്നുള്ള പ്രദേശങ്ങളും വീടിൻ്റെ ഉൾവശം എല്ലാം തന്നെ എല്ലാവരും പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ഈ പുല്ലിൻ്റെ ഇടയിലും കൂടാതെ തന്നെ ഈ വീടിൻ്റെ അകത്തെല്ലാം പാമ്പ് വന്നിരിക്കാനും കയറാനുമുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ എല്ലാവരും കൃത്യമായി ഒരു നിയന്ത്രണം, ഒരു സുരക്ഷ പാലിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ നിരവധി പേർക്കാണ് ഇപ്പോൾ പാമ്പുകടി ഏൽക്കുന്നതും പാമ്പ് പലയിടങ്ങളിലായി കണ്ടതായും റിപ്പോർട്ട് ചെയ്യുന്നത്. വീടിൻ്റെ ഉൾവശത്ത് ഉൾപ്പെടെ പാമ്പിനെ കാണുന്നൊരു സാഹചര്യമാണുള്ളത്. അതിനാൽ തന്നെ എല്ലാവരും കൃത്യമായി സുരക്ഷ പാലിക്കണം. ഈ ജനലും വാതിലുകളും എല്ലാം തന്നെ അടച്ചിടണം. കൂടാതെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടികൾ ഉൾപ്പെടെ ഈ പാമ്പിനെ കടിയേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനാൽ തന്നെ ഈ തണുത്ത പ്രദേശങ്ങളിലും കാട് മൂടി കിടക്കുന്ന പ്രദേശങ്ങളിലും ഉൾപ്പെടെ എല്ലാവരും കൃത്യമായി പാമ്പുണ്ടോ എന്ന് പരിശോധിക്കണം എന്നുള്ള ഉൾപ്പെടെയുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു താമരശ്ശേരി സ്വദേശിക്ക് പാമ്പ് കടിയേറ്റുന്ന സ്ഥിതി ഉണ്ടായി. കൂടാതെ പേരാമ്പ്ര സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതിക്ക് പാമ്പ് കടിയേറ്റിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ പാമ്പ് കടി ഏൽക്കുന്നത് വർദ്ധിച്ച സാഹചര്യത്തിൽ എല്ലാവരും ഒരു മുൻകരുതൽ സ്വീകരിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കാരശ്ശേരി പഞ്ചായത്തിലാണ്.